ഗായ്സ്, ദിസ് ഈസ് അമ്മു. അപ്പോൾ നമ്മൾ ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് ടോപ്പിക്കാന്ന് വെച്ചാൽ ഞാൻ ട്യൂഷൻ സെന്ററിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു നിങ്ങളോട് കുറച്ചും കൂടി കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങളുടെ എന്താണ് അഭിപ്രായം അത് വിചാരിച്ച് നമുക്ക് കുറച്ചും കൂടി അനലൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ വിചാരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സൈലം, എക്സാമിനർ, എജുപോർട്ട് അങ്ങനെ 3 എണ്ണമാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ വിചാരിക്കുകയാണ് ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. കറന്റ് ഫേവറേറ്റ് സൈലം തന്നെയാണ്, പക്ഷേ അതിൽ കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിഷ്വലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് ഈ എക്സാമിനർ, സൈലം, എജുപോർട്ട് അങ്ങനെ കുറച്ച് ട്യൂഷൻ സെന്ററിൽ അതിൽ ഏതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഒന്ന് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ 10th ശരിക്കും 10th പോകുന്നവർക്കാണ് ഈ ട്യൂഷൻ സെന്റർ ഗുഡായിട്ട് ചേരുക. പക്ഷേ എനിക്ക് കുറച്ചും കൂടി അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിട്ട് മിനിമം ഒരു വർഷം എനിക്ക് അവിടെ പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കാം എന്നൊരു ആശ്രയം കൊണ്ടാണ് ഞാൻ വന്നത്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ. നമ്മുടെ കയ്യിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് സൈലം, എക്സാമിനർ, എജുപോർട്ട്. ഇത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക്. എനിക്കിഷ്ടം സൈലാണ്, ചിലർക്ക് എജുപോർട്ട് ആയിരിക്കാം, ചിലർക്ക് ഇഷ്ടം എക്സാമിനർ ആയിരിക്കാം. അങ്ങനെ പലർക്കും പലതായിരിക്കും ഇഷ്ടം. എനിക്കിഷ്ടം എക്സാമിനർ, എജുപോർട്ട് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചിലർക്ക് അങ്ങനെ ആവണമെന്നില്ല, അത് ഓരോരുത്തരതായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് ഓർഡർ ഉള്ള കാര്യമാണ് സൈലം, എക്സാമിനർ, എജുപോർട്ട് ആണ്. ചിലപ്പോൾ അവർക്ക് തലതിരിച്ചായിരിക്കാം, മറിച്ചായിരിക്കാം, അങ്ങനെ പലതായിരിക്കും. ആക്ച്വലി എല്ലാവരും ഫേവറേറ്റ് ആയി വരുന്നത് സൈലം, എക്സാമിനറും പിന്നെ എജുപോർട്ടാണ്. 3ാം സ്ഥാനത്ത് എജുപോർട്ടാണ് വരുന്നത്, 1ാം സ്ഥാനത്ത് സൈലാണ് വരുന്നത്. എന്നാൽ കൂടുതൽ റിവ്യൂ ഇട്ടിരിക്കുന്നത് സൈലത്തിൽ നിന്നാണ്. ഞാൻ വിചാരിക്കുന്നത് സൈലത്ത് പോകാനാണ്. ഞാൻ ആദ്യം പഠിച്ച ട്യൂഷൻ സെന്റർ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളതായത് കുറച്ച് സൈക്കിളോ നടന്നിട്ടൊക്കെ പോകാറില്ലായിരുന്നു. പക്ഷേ എനിക്ക് ആഗ്രഹം നല്ല രാവിലെ എണീച്ചിട്ട് ആക്റ്റീവായിട്ട് ഇങ്ങനെ ട്യൂഷൻ സെന്ററിലൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. ഞാൻ വിചാരിച്ചു കോഴിക്കോട് ജില്ലയിൽ തന്നെ സൈലം എന്ന് പറയുന്ന ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട്, അവിടെ ചേരാൻ വിചാരിച്ചു. അന്നേരം അപ്പുറത്തുനിന്ന് ഒരു ഭാഗത്തുനിന്ന് സൈലത്ത് ചേരേണ്ട, എക്സാമിനറിൽ ചേരും. ഇപ്പോഴത്തെ ഭാഗത്തുനിന്ന് എക്സാമിനറിൽ ചേർന്ന് സൈലത്ത് ചേർന്ന് കുറേ വിചാരിച്ചു. നിങ്ങളെ കൂടുതൽ ആഗ്രഹം കൂടി ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എക്സാമിനർ ചൂസ് ചെയ്യാം. എക്സാമിനർ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാമിനർ ക്ലാസ് എടുത്ത് നമുക്ക് ക്ലിയർ ആകുന്നുണ്ട്. അപ്പോൾ സത്യം പറയട്ടെ, ഞാൻ ഈ എക്സാമിൻ്റെ ടൈമിൽ ഈ 3 ഒരുമിച്ച് കാണാറുണ്ട്. അത് സത്യമാണ്. അത് ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഒന്നും കൂടെ തന്നെ മനസ്സിലാവില്ല. പല ക്ലാസ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ ഈ രാവിലെ തന്നെ ഒരു മിനിറ്റ് ഒരു ക്ലാസ് കാണും, 1 മിനിറ്റ് അങ്ങനെ കാണും. സൈലത്ത് വെച്ചാൽ എനിക്ക് നല്ല അത്യാവശ്യം മനസ്സിലാകുന്നുണ്ട്. എനിക്ക് കൂടുതൽ മലയാള സാർമാരാണ് എനിക്ക് കൂടുതലായിട്ട് അറിയാം. ഞാൻ ആദ്യം ഞങ്ങൾ വിചാരിച്ച സൈലത്ത് പോകാനാണ്. സൈലാണ് ഞങ്ങൾ വീട്ടിനടുത്തുള്ളത്. സൈലത്ത് പോകാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഞാൻ പോകണ്ട, എൻ്റെ വീട്ടിനടുത്തുള്ള പോകാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പോകാൻ വേണ്ടി ഇങ്ങനത്തെ കുറച്ച് ട്യൂഷൻ സെന്റർ പിടിക്കുന്നത് നല്ലതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി പൈസ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക ഈ 4-5 വർഷമെങ്കിലും മിനിമം ഒരു ട്യൂഷൻ സെന്ററിൽ പഠിക്കുകയാണെങ്കിലും അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ 10th കഴിഞ്ഞവർക്കുള്ള എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ 10th അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയാലും പിന്നെ 10th അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാണ്ട് പോകുമല്ലോ. ഈ 10th കഴിഞ്ഞവർ അത് സൈലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ്. ഒരു ഭാഗത്ത് സൈലം നിൽക്കട്ടെ. സൈലം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി എല്ലാവരും അറിയുന്ന ഒരു ക്ലാസ് ആണ്. കുറച്ചും കൂടി സാർമാരൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള സാർമാരാണ്. പോർഷൻസ് ഒക്കെ എനിക്ക് നല്ലോണം ക്ലിയർ ആണ്. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ചില ടൈമിൽ ചില ചാപ്റ്റേഴ്സ് എനിക്ക് അങ്ങനെ കൂടുതലായിട്ടും വ്യക്തമാവാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഗുഡായിട്ടാണ് ഫീൽ ചെയ്യാറ്. പിന്നെ എക്സാമിനർ ആണ് വന്നത്. എക്സാമിനറിനെ കുറിച്ച് പറയുകയാണ് എനിക്ക് എക്സ്പീരിയൻസ് ഈ ഒരു പ്ലാറ്റ്ഫോംസ് ഒന്നും എനിക്ക് തീരെ എക്സ്പീരിയൻസ് ഇല്ല. കാരണം ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് കണ്ടിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങളൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മാർക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കൂടി എനിക്ക് ഇതിൽ അറിയണമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം ഏതാ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ പറയണം. പ്ലാറ്റ്ഫോം ഏതാ നല്ലത് നിങ്ങളൊന്ന് പറയണം. അപ്പോൾ എക്സാമിനറെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം ഈ സൈലം, എജുപോർട്ടാണ് കൂടുതലായിട്ടും കാണല്. പക്ഷേ എന്നാലും ചില ടൈമിൽ ടഫ് ആയിട്ടുള്ള വിഷയമൊക്കെ വരുന്ന സമയത്ത് ഞാൻ എക്സാമിനർ ചൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എക്സാമിനർ വന്നത്. എക്സാമിനർ എന്ന് വെച്ചാൽ മാത്സിലൊക്കെ നല്ല അടിപൊളി ക്ലാസ് ഒക്കെയാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. അല്ലായിട്ട് അതിനകത്ത് അറിയില്ല. കാരണം ഞാൻ അധികം എക്സാമിനർ അധികം കാണലില്ല. പക്ഷെ എന്നാലും കാണലുണ്ട്. ഈ മാത്സിൻ്റെ ടൈമിലാണ് ഞാൻ കൂടുതലായിട്ടും കാണുന്നത്. മാത്സ്, ഹിന്ദിയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും കാണല്. ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ഹിന്ദി എന്തായാലും എജുപോർട്ടിൽ അത്ര വരില്ല. ഹിന്ദി എന്താ വെച്ചാൽ ചാപ്റ്റർ മലയാളത്തിൽ ഒരു നല്ലോണം പറഞ്ഞുതരും. പരിഭാഷ എന്ന് പറയില്ലേ, മലയാളത്തിൽ നല്ലോണം പറഞ്ഞുതരും, നല്ല വിവരിച്ച് പറഞ്ഞുതരും. അറിയാത്ത ചാപ്റ്റർ ആണെങ്കിൽ പോലും അവർ നല്ല വിവരിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അങ്ങനെ മനസ്സിലാക്കി തരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക നല്ല ക്വസ്റ്റ്യൻസ് പ്രഡിക്ഷൻ നല്ലോണം കൊടുക്കും. പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ മാതൃക പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യ പേപ്പർ അങ്ങനെ കൊടുക്കും. അതിൻ്റെ പ്രഡിക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പ്ലാറ്റ്ഫോമും ഉണ്ട്, എജുപോർട്ടായാലും സൈലായാലും എക്സാമിനായാലും ഈ 3 പ്ലാറ്റ്ഫോമത്തെ എന്താ പറയുക പ്രഡിക്ഷൻ വെച്ചാൽ സൂപ്പറാണ്. എനിക്ക് 3 അതിൻ്റെ ഇഷ്ടമാണ്. എജുപോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എജുപോർട്ടിൽ ബേസിക് സയൻസ് ആണ് എനിക്ക് കൂടുതലായിട്ട് നല്ലതുപോലെ തോന്നിയത്. എജുപോർട്ട് എന്ന് വെച്ചാൽ ഈ ഫിസിക്സ് ഉണ്ടല്ലോ, ഫിസിക്സ് നല്ല ക്ലാസ് എടുക്കുന്ന ഒരു മാഷിനെ എനിക്ക് ക്ലിയർ ആയിട്ട് പേരറിയില്ല. എനിക്ക് നല്ലോണം മനസ്സിലായിട്ട്. കാരണം ഫിസിക്സ് ഒരു മാർക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 8ാം ക്ലാസ്സിൽ ഫിസിക്സിൽ അതുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫിസിക്സിൻ്റെ കാര്യത്തിൽ എന്തായാലും എജുപോർട്ടിനെ പറയുള്ളൂ. ഈ കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഫിസിക്സ് ആയാലും എന്തായാലും എജുപോർട്ടിനെ ചൂസ് ചെയ്യാനാണ് ഞാൻ ചാൻസ് കൂടുതൽ. എജുപോർട്ട് നല്ല പ്ലാറ്റ്ഫോമാണ്. എന്നാൽ എനിക്ക് സാർമാരൊന്നും അറിയില്ല അധികം. എന്നാൽ ഏത് ചൂസ് ചെയ്യും? എൻ്റെ ഒരു ഫാമിലിയൊക്കെ പറയുന്നത് സൈലത്ത് പോകാനാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിനടുത്ത് സൈലാണുള്ളത്. എക്സാമിന് ഒരു ബിൽഡിംഗ് ആണ് സൈലത്തിൻ്റെ ട്യൂഷൻ സെൻ്റർ ആയിട്ട് ഒരു ബിൽഡിംഗ് ആണുള്ളത്. ഇനി 9th ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഓൺലൈൻ ബാച്ച് ആണോ ഓഫ്ലൈൻ ബാച്ച് ആണോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ എന്തായാലും 2 ആഴ്ച മുന്നെങ്കിലും സൈലത്തിൽ അവിടെ പോയി ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇല്ലെങ്കിൽ പോകില്ല. അല്ലെങ്കിൽ വീട്ടിലൊക്കെ വരും ചാട്ടക്കുളായി പോകും. അല്ലെങ്കിൽ ഞാൻ വീട്ടിനടുത്തുള്ള ട്യൂഷൻ സെൻ്ററിൽ തന്നെ ഞാൻ മടങ്ങി പോകേണ്ടി വരും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കൂടുതലും നല്ല ഒരു ഇത് കിട്ടുക 3 ട്യൂഷൻ സെൻ്ററിലാണ്. ഏത് പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ കുറച്ചും കൂടി സന്തോഷം സൈലത്ത് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ കമന്റ് പറയാം. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.